എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശങ്കറും വെങ്കിട്ട് പ്രഭുവൊക്കെ രേഖാചിത്രം കണ്ടു പഠിക്കട്ടെ. ഇങ്ങനെ വേണം AI കഥാപാത്രങ്ങൾ ജനറേറ്റ് ചെയ്യാൻ. ഇത് പറയുന്നത് സിനിമാ പ്രേമികളാണ്. അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ആസിഫ് അലി ചിത്രം രേഖാചിത്രം തിയേറ്ററിൽ എന്ന പോലെ തന്നെ OTTയിലും മികച്ച പ്രതികരണമാണ് നേടുന്നത്. തിരക്കഥയും സംവിധാന മികവും അഭിനേതാക്കളുടെ പ്രകടനവും ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പ്രതികരണമാണ് OTTയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 80കളിലെ മമ്മൂക്കയെ പുനരാവിഷ്കരിച്ചതാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച AI വർക്കുകളിലൊന്നാണെന്നാണ് ഈ രംഗങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. മറ്റു ഇൻഡസ്ട്രികളിൽ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സിനിമകൾ ചെയ്യുന്നതിന് പലരും കോടികൾ മുടക്കുകയും എന്നാൽ മോശം ഔട്ട്പുട്ടുകൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ മികച്ച ഔട്ട്പുട്ടാണ് ജോഫിൻ ടി ചാക്കോയും സംഘവും ഒരുക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. രേഖാചിത്രത്തിലെ മമ്മൂക്കയുടെ AI കഥാപാത്രം ഹിറ്റായതോടുകൂടി തന്നെ ഇതിനോട് ചൂട് പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ 2 എന്ന സിനിമയിലെ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൃഷ്ടിച്ച നെടുമുടി വേണുവിന്റെ അതുപോലെ തന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയ് ചിത്രത്തിലെ വിജയകാന്തിന്റെ പുനരവതരിപ്പിക്കുന്ന രംഗങ്ങളെ നിരവധി പേരാണ് വിമർശിച്ച് എത്തുന്നത്. ശങ്കറും വെങ്കിട്ട് പ്രഭുവുമൊക്കെ രേഖാചിത്രം കണ്ടു പഠിക്കട്ടെ എന്നാണ് ചില പ്രേക്ഷകർ കുറിക്കുന്നത്. 9 കോടി മുതൽ മുടക്കിലെത്തിയ രേഖാചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമാണ് നേടിയെടുത്തത്. അതിൽ പ്രധാന ഘടകമായി മമ്മൂക്ക സാന്നിധ്യവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ രേഖാചിത്രത്തിലെ മമ്മൂക്കയുടെ AI കഥാപാത്രം എങ്ങനെയുണ്ടായെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.